ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു റവ കൊണ്ടൊരു സ്നാക്ക് ആയാലോ. ഇത് വളരെ ഈസിയാണ്, ഇത് ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ സ്നാക്ക് ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് റവയാണ്. ഞാനിവിടെ 1/4 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 1/2 കപ്പ് പഞ്ചസാര ചേർക്കുക. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി ഈ സ്നാക്ക് ഉണ്ടാക്കാൻ. ഇനി അടുത്തത് നമുക്ക് ഇതൊന്ന് വേവിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കുകയാണ്. 1/4 കപ്പ് റവയ്ക്ക് ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ചേർത്തത്. അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഇതുപോലെ ഒരു ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവാകുമ്പോഴത്തേക്കും സ്റ്റൗ ഓഫ് ചെയ്യുക. അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് തണുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തണുത്തു കഴിഞ്ഞത്. ഇനി ഞാൻ എൻ്റെ കയ്യിൽ ശകലം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏതെങ്കിലും എണ്ണ യൂസ് ചെയ്താൽ മതി. അതൊന്ന് തടവിയതിന് ശേഷം പുരട്ടിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് ഓരോ ഉരുളയാക്കണം. ഇതുപോലെ നന്നായിട്ട് ഉരുട്ടിയതിന് ശേഷം ചെറുതായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം. അപ്പം ഇതാണ് എനിക്ക് ഇച്ചിരി എളുപ്പമായിട്ട് തോന്നുന്നത്. ഇതുപോലെ ബാക്കിയുള്ള മാവിലും ചെയ്യുക. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ഒന്ന് നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്നാക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നന്നായിട്ടത് മുരിഞ്ഞു പോവും. ഏകദേശം ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒത്തിരി തീ കുറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 2 വശവും ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ റവ കൊണ്ടുള്ള സ്നാക്ക് റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പലഹാരമാണ്. ഇത് വളരെ ഈസിയാണ്, ആർക്ക് വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്.
അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.